ജസ്റ്റ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പുത്തേത്ത് ട്രാവൽ വ്ലോഗിൻ്റെ വണ്ടി ഇതേ നമ്മൾ കിടക്കുന്ന അതേ പാർക്കിംഗ്. ഫസ്റ്റ് ടൈം ആണോ ബസ്? അല്ല, ബസ്സിന്റെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഓടിച്ചിട്ടുള്ള. ഓക്കെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൂറിസ്റ്റ് ബസ് ലൈഫ് എപ്പിസോഡ് 5ലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടിയുടെ ബാംഗ്ലൂർക്ക് പോകാൻ പോവാണ്. ഇതേ തിരക്കിൻ്റെ അകത്താണുള്ളത്. നേരെ പുറത്തോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് ലക്ഷ്യ. അപ്പുറത്ത് ഇതേ ബ്രദേഴ്സും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. ബാംഗ്ലൂരിൽ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേഴ്സിംഗ് പിള്ളേരല്ലേ, അവരെ കോളേജിൽ കൊണ്ട് ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പം അവർ ആ വണ്ടിക്കകത്ത് ആൾ ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതപ്പുറത്ത് മാറ്റിയിട്ടേക്കുക. നമുക്ക് കോട്ടയത്തു നിന്നുള്ള ആൾക്കാർ. അപ്പോൾ ഗൈസ് അത് ബ്രദേഴ്സാണ്. നേരെ ഇനി കോട്ടയത്ത് ചെന്നിട്ടാണ് അവർ. ഗൈസ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് പിള്ളേരെ നമ്മൾ അവിടെ നഴ്സിംഗ് പിള്ളേരെ ചേർക്കാനായിട്ട് പോവുകയാണ്. അതായത് ബാംഗ്ലൂർ ചിത്രദുർഗ എന്ന് പറയും. അതായത് ഔട്ടറൊക്കെ പോയിട്ട് ഗോവ റോഡിലാണ് ഈ ബാംഗ്ലൂർ ചിത്രദുർഗ ഉള്ളത്. അപ്പം ബാംഗ്ലൂരിൽ നിന്നും 100 കിലോമീറ്റർ പിന്നെയും പോകണം. അപ്പോൾ ഗൈസ് ഞാനും ദിലീപേട്ടനും മാറിയും തിരിഞ്ഞും വണ്ടി ഓടിച്ച് പോകാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കോട്ടയത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ കോട്ടയം ചെന്നിട്ട് ആളിനെ എടുത്തിട്ട് പോകാനാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ചവിട്ടിയേക്കാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഫുഡും റെഡിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ കോട്ടയത്ത് പോയിട്ട് ആളിനെ പിക്ക് ചെയ്ത് പോവാം. അപ്പോഴത്തേക്കിനും അവരെ സേലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ കോട്ടയത്ത് നിന്ന് ആളിനെ പിക്ക് ചെയ്തിട്ട് നേരെ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആണ് ഒടുക്കത്തെ മഴയും. ഗൈസ് നമ്മളിവിടുന്ന് നേരെ ആളിനെ പിക്ക് ചെയ്തിട്ട് നേരെ തൃശ്ശൂർ, അവിടെ നേരെ പാലക്കാട് നിന്ന് നേരെ സേലം ഇറങ്ങി അങ്ങനെ പോകും. അപ്പോഴത്തേക്കിനും ഒരു 10 വഴി തമിഴ്നാട് വഴിക്ക് ഇറങ്ങി അടിച്ച് നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തുമെന്ന് ഞാൻ മാറി കയറി ദിലീപേട്ടനപ്പോഴത്തേക്കിനും കിടന്ന് ഉറങ്ങട്ടെ. ഗൈസ് അപ്പം നമ്മളിത് ഈ തൊടുപുഴയിലെത്തിയിട്ടുണ്ട്. തൊടുപുഴയിൽ നമ്മൾ ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയതാണ്. അപ്പം കുറച്ച് എഴുതിയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ഫുഡൊന്നല്ല, പമ്പിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിനും എന്നിട്ട് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. പോകുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് മാറി കയറി ഓടിച്ചങ്ങ് പോവാം. ഗൈസ് അങ്ങനെ നമ്മളിപ്പം ഏകദേശം തൃശ്ശൂർ എറണാകുളം റൂട്ടിലാണുള്ളത്. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചവിട്ടാം. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞാൻ മാറി കയറി വണ്ടി കിട്ടിക്കാം. അപ്പോഴത്തേക്കിനും അണ്ണം കയറി ഉറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് നേരെ സേലമോ ബാംഗ്ലൂരോ എവിടെയും അടുത്ത് തിരിച്ച് മാറി കയറുകയും ചെയ്യാം. അതുവരെ അണ്ണനെ ഉറങ്ങുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഗൈസ് നമുക്കിനി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കടയുണ്ട്. നമുക്ക് അവിടെ ചവിട്ടി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നലെ വൈകിട്ട് തൃശ്ശൂരിൽ നിന്ന് എടുത്ത് നേരെ ബാംഗ്ലൂർ വരെ ഞാനിങ്ങ് ഓടിച്ച് പോകുന്നു. അതുവരെ അണ്ണൻ കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ച്. ബാക്കി അണ്ണൻ ഓടിച്ചോളും. പിന്നെ ഓടിച്ചൊരു രസം മൊത്തപ്പം ഞാനിങ്ങനെ പോകുന്നു ഗൈസ്.
അപ്പം ഇപ്പം ഞാൻ നേരെ ദിലീപേട്ടൻ്റെ കയ്യിലോട്ട് വണ്ടി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അണ്ണനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വന്തം ദിലീപേട്ടനാണ് ഗൈസ് ക്യാബിൻ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. അപ്പം ദിലീപേട്ടൻ വണ്ടി ഓടിച്ചോളും. ഇനി ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പം ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ട് നല്ല കിടിലം വ്യൂ, ഒരു രക്ഷയിൽ ആകാശവും ആ റൂട്ടും വേറെ ലെവൽ. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടുന്ന് ചിത്രദുർഗ വരെ ഏകദേശം ഒരു 150 കിലോമീറ്ററോളം കാണുമായിരിക്കും. 150 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ഇനി ചിത്രദുർഗ വരെ ഉള്ളൂ. അപ്പം ആ ഒരു ഗ്യാപ്പിൽ എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറിന് അടുത്തുണ്ട്. അപ്പം അത്രയും സമയം കിടന്ന് ഉറങ്ങുകയും ചെയ്യാം ഗൈസ്. അതേപോലെ വേറെ കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കാര്യം ഞാൻ വണ്ടി ഓടിക്കേണ്ടത് കൊണ്ടും കൂടി വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ടൈമുകളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം കുറേ ഭാഗങ്ങളൊക്കെ ചിലപ്പം കട്ടായി പോകുന്നുണ്ടായിരിക്കാം. കുറേ വീഡിയോകളൊന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, തെറി വിളിക്കാതിരിക്കുക. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ. ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ചിത്രദുർഗയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ഇടാൻ പോകുന്നത്. സ്റ്റേ അല്ല, കിടന്നുറങ്ങാൻ പോകുന്നത്. വൈകിട്ടത്തേക്കേ അവർ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. വേറെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഇടാനായിട്ട്. അപ്പം ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നിടത്താണ് നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇവരെ ഹോസ്റ്റലിലും കൂടെ ആക്കിയിട്ട് വേണം തിരിച്ച് നാട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഉറക്കം റെഡി കഴിഞ്ഞ ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ അവരെ ഇറക്കിയിട്ട് നമുക്കിതേ ബ്രദേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഈ ചെറിയ ഗ്യാപ്പിനകത്തിട്ട് തിരിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം പേരൻസ് ഒരു ടാറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് തിരിച്ച് നമുക്ക് നാട്ടിലോട്ട് പോവാം. അപ്പം ബ്രദേഴ്സ് ഇത് ആ ചെറിയൊരു ഗ്യാപ്പിനകത്ത് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ തിരിക്കണം ഗൈസ്. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. കാരണം ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിക്കകത്തോടെ നമ്മൾ അകത്തോട്ട് കയറി വന്നത്. ഇതാണ് ഹോസ്റ്റൽ. അപ്പം ഈ ഒരു ഗ്യാപ്പിനകത്തിട്ട് തിരിച്ച് പുറത്തിറക്കിയിട്ട് വേണം ഗൈസ് പോകാൻ. അപ്പോൾ തിരിച്ചിട്ട് വരാവേ. തിരിച്ചിട്ട് നേരെ വണ്ടി പോവാം ഗൈസ്. നമ്മൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോവുകയാണ്. അപ്പം ബാംഗ്ലൂർ റോഡിലാണ് നമ്മളുള്ളത്. ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ടില്ല. ഇനി ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ട് ബാംഗ്ലൂർക്ക്. ഇപ്പം നമ്മൾ അവിടെ തൊട്ട് പുറകിൽ ബ്രദേഴ്സും ഉണ്ട്. അപ്പം അവിടെ ചെറിയൊരു ഇഷ്യൂ നടന്നതുകൊണ്ട് വീഡിയോ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇന്ന് വിട്ടു പോകുന്നു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ബാംഗ്ലൂർ സിറ്റി ഒന്ന് വിട്ടിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് ചവിട്ടിയിട്ട് ഞാൻ മാറി വണ്ടി എടുക്കും. ദിലീപേട്ടൻ കയറി കിടന്ന് ഉറങ്ങട്ടെ അപ്പോഴത്തേക്കിനും. അപ്പം ഗൈസ് ഫുഡ് കഴിക്കുന്നിടത്ത് ചെന്നിട്ട് കാണാവേ ഗൈസ്. അങ്ങനെ നമ്മൾ ഹൊസൂർ എത്തിയിട്ടുണ്ട്. ഹൊസൂർ ഫുഡ് കഴിക്കാനായിട്ട് ചവിട്ടിയേക്കുവാണ്. അപ്പം നമ്മുടെ 3 വണ്ടികളും ഒരുമിച്ച് കൊണ്ടുവന്ന് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ്, ഈ കടയിലാണ് പമ്പും ഉണ്ട്. തൊട്ടിപ്പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാവേ ഗൈസ്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പുത്തേത്ത് ട്രാവൽ വ്ലോഗിൻ്റെ വണ്ടി നമ്മൾ കിടക്കുന്ന അതേ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കും അവരെ പോയി കണ്ടിട്ട് വരാം. അങ്ങോട്ട് പോവാം. ജസ്റ്റ് 2 വണ്ടി എങ്ങനെയുള്ള എടുത്തു ചേച്ചി എന്നാ ജസ്റ്റ് ഒന്ന് നനയ്ക്കാതെ അതുകൂടെ 3 വണ്ടി ഞാൻ കണ്ടില്ല. ഞാൻ കാണാൻ പോയി. അപ്പുറത്തായിട്ട് പറയാ എല്ലാരും നോക്കി അത്രേ ഉള്ളൂ. ആഹാ ഓക്കെ ചേച്ചി അതുകൂടെ ലക്ഷ്യം
ഞങ്ങളൊരു ഫോട്ടോ നിർത്തും, ഞങ്ങളൊരു ഫോട്ടോ നിർത്തും. ഒരു മിനിറ്റ് ഫോട്ടോ സീറ്റ് അതിന്റെയും കുറച്ച് ബാക്കിലാ. മതി ചേച്ചി. ഫസ്റ്റ് ടൈം ആണോ ബസ്? അല്ല, ബസ്സിന്റെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഓടിച്ചിട്ടുള്ള. ഓക്കെ. ഇങ്ങോട്ടോട്ട് എടുത്തിട്ട് അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ വണ്ടികളും ചേച്ചി ഓടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. രാവിലെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് വരെ നമ്മുടെ ബസ് ഓടിച്ചിട്ട് ഞാൻ നേരെ ട്രാവലറിലോട്ട് മാറി കയറി. കാര്യം വേറെ ഒന്നുമല്ല, അണ്ണൻ ട്രിപ്പ് തുടങ്ങി അന്ന് തൊട്ട് അണ്ണൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒന്ന് മാറി ഇടയ്ക്കൊന്ന് മാറി ഓടിക്കാമെന്ന് പറഞ്ഞാണ്. വേണ്ടാന്ന് പറഞ്ഞാൽ വന്നതാണ്. മറ്റേത് ഗിരിവണ്ണം നേരെ അങ്ങ് കൊണ്ടുവന്നുള്ളൂ അടൂരോട്ട്. അപ്പം അതിപ്പം നമ്മുടെ ഇവിടെ മൂവാറ്റുപുഴ ആയിട്ടുണ്ട്. അപ്പം കുറച്ചെങ്കിലും ഓടിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞോട്ട് കയറി ഗൈസ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ അടൂരെത്തി. അപ്പം കുറച്ച് നേരം ഞാനും ഓടിച്ചു, അണ്ണനും ഓടിച്ചു. അങ്ങനെ മാറി തിരിഞ്ഞു ഓടി നമ്മളിങ്ങനെ നേരെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. അടൂരെത്തി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദിലീപേട്ടൻ നേരത്തെ പോയി, മുന്നിൽ പോയി. നമ്മൾ കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെയാണ് നമ്മൾ ഓടി വന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇതേ അടൂരെത്തി. ഇനിയിപ്പോൾ അണ്ണൻ നേരെ ഷെഡിലോട്ട് പോവുക, നേരെ വീട്ടിലോട്ടും പോവുക ഗൈസ്. അപ്പം ഈ വീഡിയോക്കകത്ത് കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോകൾ എടുത്ത് അങ്ങോട്ടും വണ്ടി ഓടിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം തിരുത്തി അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.